വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 11-ാമത് വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനമന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ എന്നുള്ള വചനമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നു എങ്കിൽ അങ്ങനെയുള്ളവർ ദോഷം വിട്ടകലുകയും ഗുണം ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായി തീരണം എന്നുള്ളതായ വാക്കുകളാണ് പത്രോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പൗലോസ് റോമാലേഖനത്തിനകത്ത് ഓർമ്മപ്പെടുത്തുന്നൊരു വാക്കുണ്ട്: തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും എന്ന പദമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നാം തിന്മ പ്രവർത്തിക്കുന്നവരാകുന്നു എങ്കിൽ നാം യഹൂദനോ യവനനോ എന്നുള്ള വ്യത്യാസമില്ല. ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് തിന്മയാണെങ്കിൽ അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് കഷ്ടവും സങ്കടവും നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിലായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് നാം നന്മ പ്രവർത്തിക്കുന്നവരാകുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് മഹത്വവും മാനവും സമാധാനവും ഉണ്ടാകുന്നതിന് അത് കാരണമായി തീരുമെന്നാണ് റോമാലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾക്കുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ പൗലോസ് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ തിന്മ പ്രവർത്തിച്ച് കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നവരായി തീരാതെ ആവോളം നന്മ പ്രവർത്തിച്ച് മഹത്വവും മാനവും സമാധാനവും അനുഭവിക്കുന്നതിന് നിങ്ങൾ കാരണമായി തീരുവാൻ ഉത്സാഹിക്കണം എന്നുള്ള വാക്കുകളാണ്. നാം വീണ്ടും പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് തന്നെ കടന്നുപോയാൽ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ എന്നുള്ള വാക്കുകളാണ്. ആ വാക്കിനകത്തും ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? അത്യുന്നതനായ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടിയാണ്, നന്മ അനുഭവിക്കുന്നതിനു വേണ്ടിയാണ്, സമാധാനം അനുഭവിക്കുന്നതിനു വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് പ്രാപിക്കുവാനും അനുഭവിപ്പാനും കഴിയണമെങ്കിൽ നിങ്ങൾ ദോഷം ചെയ്യുന്നവരാകരുത്. മാത്രമല്ല, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യുന്നവരാകാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരും ഗുണം ചെയ്യുന്നവരുമായി തീരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാനും നിങ്ങളെ വർദ്ധിപ്പിക്കുവാനും സമാധാനവും സന്തോഷവും വർധനവും നിങ്ങൾക്ക് തരുവാനും ദൈവം വിശ്വസ്തനാണ് എന്നുള്ള പദങ്ങൾ തന്നെയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നവരായിട്ടല്ല, നാം തിന്മ പ്രവർത്തിക്കുന്നവരായിട്ടും അല്ല, നാം നമ്മാലാവോളം നന്മ ചെയ്യുന്നവരും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവരുമായി തീരുകയും ആ തലത്തിൽ സന്തോഷവും സമാധാനവും നന്മകളും അനുഭവിക്കുന്നവരുമായി തീരുവാൻ
നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒരിക്കലും തിന്മ പ്രവർത്തിച്ച് കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നവരായി തീരാതെ ഞങ്ങൾ നന്മ പ്രവർത്തിച്ച് മഹത്വവും മാനവും സമാധാനവും അനുഭവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നന്മ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.